തിരുവനന്തപുരം കണ്ടല ഫാർമസി കോളേജിൽ വിദ്യാർത്ഥി പ്രതിഷേധം നടക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോളേജ് ചെയർമാൻ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറി എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഒത്തുതീർപ്പ് ചർച്ചയ്ക്കിടയിലാണ് ചെയർമാൻ മോശമായി പെരുമാറിയതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, എന്താണ് അവിടെ പ്രശ്നം? ഈ വിദ്യാർത്ഥികൾ എന്താണ് പറയുന്നത്? വിവരങ്ങൾ എന്താണ് ഉമേഷ്? രജിത്ത്, നേരത്തെ തന്നെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു. ആ പ്രതിഷേധം നേരിയ സംഘർഷത്തിലേക്കും കൈമാറിയിരുന്നു. അതിനുശേഷം ജനപ്രതിനിധികളും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും ഇടപെട്ട് ഇന്ന് ഒത്തുതീർപ്പ് ചർച്ചയാണ് വെച്ചത്. ഈ ഒത്തുതീർപ്പ് ചർച്ച അലങ്കോലമാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒത്തുതീർപ്പ് ചർച്ചയ്ക്കിടെ ചെയർമാൻ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയെന്നും വിദ്യാർത്ഥികളോടും അധ്യാപകരോടും മോശമായി പെരുമാറിയെന്നുള്ളതാണ് പരാതി. എന്തായാലും വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ നടുത്തളത്തിൽ, അതായത് ഈ ക്യാമ്പസിന്റെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്. എന്തായാലും നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് പോയാൽ എന്താ സംഭവിച്ചത്? സാർ, നമ്മളിവിടെ മര്യാദയ്ക്ക് നമ്മുടെ ഓരോ പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ള എല്ലാവരുടെ മുമ്പ് വെച്ചത്. ചെയർമാൻ അനാവശ്യമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരു കുട്ടിയുടെ ദേഹത്ത് കയറി പിടിച്ച് തള്ളി, അമ്മയുടെ ദേഹത്ത് പിടിച്ച് അമ്മയുടെ കൈ പിടിച്ച് തിരിച്ച് ഇവിടെ ഉണ്ടാകുന്നു. മാമിത അവിടെ ഉണ്ട്, മാമിത വന്നേ, മാമിയുടെ കൈ ഉണ്ടോ? ഇവിടെ കൈയുടെ ഇവിടെ ചെയർമാൻ പിടിച്ച് വലിച്ചതിന്റെ പാടാണ്. അപ്പം ഇങ്ങനെയല്ല ഹറാസ്മെന്റ്. അവന്റെ ശാരീരികമായി എന്താ ശാരീരികമായി അത് കാല് മടക്കി തട്ടിയത്. അത് ഈ കുട്ടികൾ പറഞ്ഞതിന്റെ മറുപടി ഒന്നും അങ്ങേര് ഒരു സെന്റൻസിന്റെ മറുപടി പോലും ഞങ്ങൾക്ക് തന്നില്ലായിരുന്നു. അപ്പം കുട്ടികൾ പറഞ്ഞിട്ട് അല്ലേ അതിന്റെ പേരൻസിന് മറുപടി പറയാൻ പറ്റുള്ളൂ. അതിന്റെ മറുപടി എന്താണെന്നത് തീർത്ത് പറയാതെ അത് സംസാരിക്കുന്നതിന് പകരം എന്റെ മോനെ പുറത്തിറക്കിയ കാര്യമാണ് പറഞ്ഞത്. ഒരേ ഒരു ദിവസം മാത്രമേ അവൻ പുറത്തുനിന്നുള്ളൂ. കൂടെ 15 ദിവസം അവനെ പുറത്ത് മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്ത് ഇങ്ങനത്തെ ഒരു അടി ഉണ്ടാക്കിയത്. നമ്മൾ സ്റ്റുഡൻസ് ചോദിച്ച ഒരു ക്വസ്റ്റ്യന് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ട് മനഃപൂർവ്വം സ്റ്റുഡൻസിനെ പാരന്റ്സിനെ പ്രൊവോക്ക് ചെയ്ത് അതിന്റെ ഇടയിൽ കൂടെ ഒരു അടി ഉണ്ടാക്കി ഇത്രയും പ്രശ്നം ഉണ്ടാക്കി. സാറിനോട് ചോദിച്ചു, സാർ വിദ്യാർത്ഥികൾ പറഞ്ഞതിന്റെ മറുപടി ആദ്യം പറയാൻ പറഞ്ഞു, എന്നിട്ടാണ് ഞങ്ങൾക്ക് പറയാൻ മറുപടി ഉള്ളൂ. പക്ഷെ ആ സാറ് പറയാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ സാറ് പറയാൻ തയ്യാറായിരുന്നു എങ്കിൽ ഈ വിഷയം ഇവിടെ ഉണ്ടാവൂലായിരുന്നു. സാറ് പാരന്റ്സ് ഉള്ളപ്പോൾ ഞങ്ങളോട് ഇങ്ങനെയാ കാണിച്ചത്. പാരന്റ്സിനെ ഉൾപ്പെടെ അയാളെ ഇപ്പോ ആക്രമിച്ചിരിക്കുകയാണ്. പാരന്റ്സ് ഇല്ലാത്തപ്പോ ഞങ്ങളോട് എങ്ങനെയാ? അപ്പൊ ഞങ്ങൾ ആരോടാ ചോദിക്കണേ? കോളേജ് മാനേജ്മെന്റ് ഇങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ ആരോടാ സംസാരിക്കേണ്ടേ? കോളേജിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന കോളേജ് മാനേജ്മെന്റിന്റെ സ്ഥാനത്ത് നിന്ന് ഇങ്ങനെ ഒരു നമുക്കുണ്ടായത്. പാരന്റ്സിന്റെ മുന്നേ രജിത്ത്, നിലവിൽ പോലീസിൽ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾ. രജിത്ത്, ശരി. ഉമേഷ് ബാലകൃഷ്ണൻ തത്സമയ വിവരങ്ങൾ, ദൃശ്യങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. തിരുവനന്തപുരം കണ്ടല ഫാർമസി കോളേജിലാണ് വിദ്യാർത്ഥി പ്രതിഷേധം നടക്കുന്നത്. കോളേജ് ചെയർമാൻ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറി എന്ന പരാതി ഉയർത്തിക്കൊണ്ടാണ് അവരവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്.